പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്റർ ആണ്. റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫാമിലെ റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗെയിനിങ് റേഷ്യോനെ കുറിച്ചാണ്. നമുക്ക് റീകൺസ്റ്റിറ്റ്യൂഷനിൽ ഗെയിനിങ് റേഷ്യോ വരുന്നത് ഒരു പാർട്ട്ണർ നമ്മുടെ ഫാമിലിയിൽ നിന്ന് റിട്ടയർ ആയി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഷെയർ, അതായത് ആ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ റിട്ടയർ ആയി പോകുന്ന ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ ഷെയർ മറ്റുള്ള പാർട്ട്നേഴ്സിന് ലഭിക്കും. അപ്പൊ മറ്റുള്ള പാർട്ട്നേഴ്സ് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ. അത് നമുക്ക് പല സാഹചര്യങ്ങളിലൂടെ പല സിറ്റുവേഷനിലൂടെ നമുക്ക് ചെയ്യാം. ഓൾഡ് റേഷ്യോ വേണമെങ്കിൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ ആയിട്ട് നിലനിർത്തി കൊണ്ടുപോവാം. രണ്ടാമത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സും അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സും ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സും തമ്മിലൊരു ധാരണ ആയിക്കൊണ്ട് ഒരു പുതിയ റേഷ്യോയിൽ ഫ്യൂച്ചറിൽ ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാലും ഗെയിനിങ് റേഷ്യോ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ സാഹചര്യത്തിൽ ഓൾഡ് ഷെയർ ആ ഫാമിലി ഉണ്ടായിരിക്കും, ന്യൂ ഷെയർ നമുക്ക് തന്നിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് ഗെയിനിങ് റേഷ്യോ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരാറുള്ളത്. ഗെയിനിങ് റേഷ്യോ കാണാനായിട്ട് നമ്മൾ ന്യൂ ഷെയറിൽ നിന്ന് ഓൾഡ് ഷെയർ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മൂന്നാമത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് ഗെയിനിങ് റേഷ്യോ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആ മൂന്ന് സിറ്റുവേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഇലസ്ട്രേഷൻ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഗെയിനിങ് റേഷ്യോ: the ratio in which the continuing partners have acquired the share from the retiring or deceased partner is called the gaining ratio. റീകൺസ്റ്റിറ്റ്യൂഷനിൽ റിട്ടയർമെന്റ് സമയത്ത് റിട്ടയർ ചെയ്ത പാർട്ട്ണറുടെ ഷെയർ അവിടെയുള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ലഭിക്കുകയാണ്. ഇപ്പൊ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറുടെ ഷെയർ ആർക്ക് ലഭിക്കുകയാണ്? അവിടെയുള്ള കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് ലഭിക്കുകയാണ്. അവർ ഏത് റേഷ്യോയിലാണോ അത് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ റേഷ്യോനെ പറയുന്ന പേരാണ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ദ റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഹാവ് അക്വയർഡ് ദ ഷെയർ. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് ആ ഷെയർ അക്വയർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫ്രം ദ റിട്ടയറിംഗ് പാർട്ട്ണർ ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. റിട്ടയറിംഗ് പാർട്ട്ണറിൽ നിന്നോ ഡിസീസ്ഡ് പാർട്ട്ണറിൽ നിന്നോ ലഭിക്കുകയാണ് ആ ഒരു ഷെയർ. ആ റേഷ്യോനെ പറയുന്ന പേരാണ് ഗെയിനിങ് റേഷ്യോ. നോർമലി ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ്. ഗെയിനിങ് റേഷ്യോയുടെ ഫോർമുല വരുന്നത് ഗെയിനിങ് റേഷ്യോ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഈക്വൽ ടു ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ്. ഇതിൽ മൂന്ന് സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, partners acquired the share of continuing partner in their old profit sharing ratio. ഇവിടെ ഒരു സാഹചര്യത്തില് പാർട്ട്നേഴ്സ് തീരുമാനിക്കുകയാണ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ, അതായത് റിട്ടയർമെന്റ് ചെയ്ത പാർട്ട്ണർ പോയതിനു ശേഷം അവര് ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അവര് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഓൾഡ് റേഷ്യോ തന്നെയാണ് അവര് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തൊരു സാഹചര്യത്തിൽ പറയുന്നത് പാർട്ട്നേഴ്സ് അക്വയർ ദ ഷെയർ ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഇൻ സം അതർ റേഷ്യോ. അവർ നിശ്ചയിച്ചു വെക്കുകയാണ് ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോവുകയാണ്. ആ റിട്ടയർ ആയി പോകുന്ന സമയത്ത് ഇനി ഫ്യൂച്ചറിൽ ഈ റേഷ്യോ അനുസരിച്ചിട്ടാണ് അവർ ഷെയർ ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിലും നമുക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. When the new profit sharing ratio of continuing partners is specified. മൂന്നാമത്തെ സാഹചര്യത്തിൽ പറയുന്നത് ഓൾഡ് റേഷ്യോ ഉണ്ടായിരിക്കും, അതുകൂടാതെ ഒരു ന്യൂ റേഷ്യോ അവര് തീരുമാനിക്കുകയാണ്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഒരു ന്യൂ റേഷ്യോ അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ അവിടെ രണ്ട് റേഷ്യോസ് ഉണ്ടാവും. ന്യൂ റേഷ്യോ ഉണ്ടായിരിക്കും, ഓൾഡ് റേഷ്യോ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഗെയിനിങ് റേഷ്യോ അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. അപ്പൊ മൂന്നാമത്തെ സാഹചര്യത്തിലാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് ഈ മൂന്ന് സിറ്റുവേഷനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിലും നമുക്ക് കാര്യങ്ങൾ വരുന്നത്, പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ആദ്യത്തെ സിറ്റുവേഷൻ, പാർട്ട്നേഴ്സ് അക്വയർഡ് ദ ഷെയർ ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഇൻ ദയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ.
Normally, the continuing partner acquires the share of retiring or deceased partner in their old profit sharing ratio. നോർമലി എന്താണ് കണ്ടിന്യൂയിങ് പാർട്ട്ണർ അക്വയർ ചെയ്യുന്നത്, അതായത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ അക്വയർ ചെയ്യുന്നത് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് ദ ഗെയിനിങ് റേഷ്യോ ഓഫ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് വിൽ ബി ദ സെയിം. അങ്ങനെയാണെങ്കിൽ ഗെയിനിങ് റേഷ്യോ എന്തിനോട് സെയിം ആയിരിക്കും? ഓൾഡ് റേഷ്യോയോട് സെയിം ആയിരിക്കും among them, and there is no need to compute the gaining ratio. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പുതിയ ഒരു ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. കാരണം അവർ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ്. അതുകൊണ്ട് ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും അവിടുത്തെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. നമുക്കൊരു പ്രോബ്ലം, ഒരു എക്സാമ്പിൾ നോക്കാം. മധു, നേഹ ആൻഡ് ടീന ആർ പാർട്ട്നേഴ്സ് sharing profit in the ratio of 5:3:2. Calculate new profit sharing ratio and gaining ratio if Madhu retires, Neha retires, Tina retires. ഇവിടെ മധു, നേഹ, ടീന എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2 ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് റേഷ്യോ ആണ്. മധു, നേഹ ആൻഡ് ടീന 5:3:2. ആദ്യത്തെ സിറ്റുവേഷനിൽ പറയുന്നത് മധു ആണ് ഇവിടെ റിട്ടയർ ആവുന്നത്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ബിറ്റ്വീൻ നേഹ ആൻഡ് ടീന. മധു എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്ണർ റിട്ടയർ ആകുമ്പോൾ പുതിയ റേഷ്യോ വരുന്നത് നേഹയുടെയും ടീനയുടെയും 3:2 ആണ്. ഈ 3:2 തന്നെയാണ് ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത് 3:2. അതായത് അപ്പൊ ഇവിടെ എന്താണ്? ഓൾഡ് റേഷ്യോ തന്നെയാണ് ന്യൂ റേഷ്യോ ആയിട്ട്, ഓൾഡ് റേഷ്യോ തന്നെയാണ് ഇവിടെ എന്തായിട്ട് ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. അടുത്ത സിറ്റുവേഷനിൽ നേഹ റിട്ടയർ ആവുകയാണ്. നേഹ എന്ന് പറയുന്ന പാർട്ട്ണർ രണ്ടാമത്തെ പാർട്ട്ണർ ആണ്. അപ്പൊ നമുക്ക് നേഹ 3 എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് ഇവിടുന്ന് പോകുന്നത്. ബാക്കി 5:2 ആണുള്ളത്. അപ്പൊ നേഹ റിട്ടയർ ആവുമ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ മധു ആൻഡ് ടീന വിൽ ബി 5:2. ദെൻ ഗെയിനിങ് റേഷ്യോ ഓഫ് മധു ആൻഡ് ടീന ഇസ് ടു 5:2. അപ്പൊ മധു ആൻഡ് ടീനയുടെ ഗെയിനിങ് റേഷ്യോയും ഓൾഡ് റേഷ്യോയും ഇവിടെയും സെയിം ആണ്, 5:2 ആണ് വരുന്നത്. നമുക്ക് പുതിയ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. Last situation, Tina retires. New profit sharing ratio between Madhu and Neha. അപ്പോൾ ടീന എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ആണ്. ബാക്കി നമുക്കുള്ളത് 5:3 ആണ്. അപ്പൊ നമുക്ക് മധുവിന്റെയും അതുപോലെ നേഹയുടെയും വരുന്നത് 5:3 ആണ്. ഗെയിനിങ് റേഷ്യോ വരുന്നത് മധു ആൻഡ് നേഹ 5:3. അപ്പൊ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല? ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. അതിന് പകരം നമുക്ക് ഓൾഡ് റേഷ്യോ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. ആ റേഷ്യോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. നമ്മൾ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും അവിടെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. പാർട്ട്നേഴ്സ്, സെക്കൻഡ് സിറ്റുവേഷൻ. Partners acquire the share of the outgoing partner in some other ratio. Proportion in which they acquire the share of retiring or deceased partner may be duly specified. In that case, again there is no need to calculate the gaining ratio, as it will be the ratio in which they have acquired the share of profit from the retiring or deceased partner. രണ്ടാമത്തെ സിറ്റുവേഷനിലും നമുക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. കാരണം the proportion in which they acquire share of retiring or deceased partner may be duly specified. ഏത് പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടാണ് റിട്ടയറിംഗ് അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടതെന്ന് അവര് മുന്നേ കൂട്ടി നിശ്ചയിച്ചിരിക്കും. ഇൻ ദാറ്റ് കേസ് ദർ ഈസ് നോ നീഡ് ടു കാൽക്കുലേറ്റ് ഗെയിനിങ് റേഷ്യോ. ആ സാഹചര്യത്തിൽ നമുക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ഇറ്റ് വിൽ ബി ദ റേഷ്യോ ഇൻ വിച്ച് ദേ ഹാവ് അക്വയർഡ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. അവര് അത് മുന്നേ കൂട്ടി നിശ്ചയിച്ചിരിക്കും. അവർ അക്വയർ ചെയ്യുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് റിട്ടയറിംഗ് പാർട്ട്ണറുടെ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്യുന്ന ഷെയർ അത് മുന്നേ കൂട്ടി അവർ നിശ്ചയിച്ചിരിക്കും. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ABC പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. അവര് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആയിരുന്നു. A retires and his share is taken up by B and C. A ആണ് റിട്ടയർ ആവുന്നത്. അതായത് 3 എന്ന് പറയുന്ന അതായത് A ആണ് റിട്ടയർ ആവുന്നത്. എന്നാൽ A റിട്ടയർ ആവുന്ന സമയത്ത് his share taken by B and C. അതായത് അദ്ദേഹത്തിന്റെ ഷെയർ ടേക്കൺ ചെയ്യുന്നത് ബിയും സിയും ആണ്. അവരുടെ ഒരു റേഷ്യോ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 3:2 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പൊ അവർ തമ്മിൽ ഒരു ധാരണയുണ്ട്.
ഏത് റേഷ്യോയിലാണ് ഭാവിയിൽ ഇനി പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഇവിടെയും ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അവരുടെ ആ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അവർ മുന്നേ കൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു സമ്മത റേഷ്യോ എന്ന് പറയുന്ന ആ റേഷ്യോ തന്നെയാണ് ഇവിടെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത് 3:2 എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നേ കൂട്ടി അവരെന്ത് ചെയ്യണം, അതായത് റിട്ടയറിംഗ് പാർട്ട്ണറും കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സും തമ്മിൽ ധാരണ ഉണ്ടായിട്ട് അവര് അത് നിശ്ചയിച്ചിരിക്കണം ഇന്ന ഒരു റേഷ്യോയിലാണ് അവർ ഷെയർ ചെയ്യുന്നത്. ആ റേഷ്യോ തന്നെയായിരിക്കും ഇവിടെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. Third situation, when a new profit sharing ratio of the continuing partner is specified. New profit sharing ratio of the continuing partner is specified. The problem of calculating gaining ratio arises primarily when the new profit sharing ratio of the continuing partners is specified. ഇവിടെ ഗെയിനിങ് റേഷ്യോ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ സിറ്റുവേഷനിലാണ്. ഇതിൽ നമുക്ക് പുതിയ ഒരു റേഷ്യോ തന്നിരിക്കും. ഏത് റേഷ്യോയിലാണ് നമ്മൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഇനി ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത്. In such a situation, gaining ratio should be calculated by deducting the old share of each continuing partners from his new share. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഓൾഡ് ഷെയർ ഉണ്ടായിരിക്കും, അതിൽ ന്യൂ ഷെയർ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. അദ്ദേഹത്തിന്റെ ന്യൂ ഷെയറിൽ നിന്ന് ഓൾഡ് ഷെയർ ലെസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ സാഹചര്യത്തിൽ നമുക്ക് പുതിയൊരു റേഷ്യോ തന്നിരിക്കും. ആ റേഷ്യോയും അതുപോലെ തന്നെ ഓൾഡ് റേഷ്യോയും നമ്മൾ കമ്പയർ ചെയ്ത് പുതിയ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഗെയിനിങ് റേഷ്യോ. ഒരു എക്സാമ്പിൾ നോക്കാം. Ranjana, Sadhana and Kamana are partners sharing profit in the ratio of 5:3:2. Ranjana retires. Sadhana and Kamana decided to share profit in the future in the ratio of 5:3. അവര് പുതിയതായിട്ട് അവര് നിശ്ചയിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. കാൽക്കുലേറ്റ് ഗെയിനിങ് റേഷ്യോ. ഇവിടെ നമ്മൾക്ക് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോയും ഉണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഗെയിനിങ് റേഷ്യോയുടെ നമ്മൾ ഫോർമുല എഴുതുക, ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. ഇവിടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്, 5:3 ആണ്, അതായത് 5/8 ആണ്. അപ്പൊ തന്നെ നമ്മൾ ആദ്യം കണ്ടെത്തുന്നത് ആരുടെയാണ്, ഗെയിനിങ് റേഷ്യോ. ആദ്യം നമുക്ക് കണ്ടത് റിട്ടയർ ചെയ്ത പാർട്ട്ണറുടെ കാണേണ്ട ആവശ്യമില്ല, റിട്ടയർ ചെയ്ത് അദ്ദേഹം പോയി. ബാക്കി നമുക്ക് കണ്ടിന്യൂയിങ് ആയിട്ടുള്ള സാധനയുടെയും കമനുടെയും ഷെയർ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ സാധനയുടെ ആദ്യം നമ്മൾ ഷെയർ കാണണമെങ്കിൽ സാധനയുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. സാധനയുടെ പോർഷൻ എന്ന് പറയുന്നത് 5/8 ആണ്. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഓൾഡ് ഷെയർ സാധനയുടെ എത്രയാണ്, 4 എന്ന് പറയുന്നത് രഞ്ജനയായിരുന്നു, 3 ആണ്. അപ്പൊ 4 + 3 7 + 2 9 അല്ലെ. 3/9 ആണ് ആരുടെ വരുന്നത്, നമുക്ക് റേഷ്യോ ആയിട്ട് 4/9 ആണ്, 3/9 ആണ് നമുക്ക് സാധനയുടെ റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ LCM കണ്ടതിന് ശേഷം നമുക്ക് എന്ത് കാണാം, പുതിയ റേഷ്യോ നമുക്ക്, അതായത് ഗെയിനിങ് റേഷ്യോ നമുക്ക് കണ്ടെത്താം. അപ്പൊ 8 9 എന്റെ LCM എന്ന് പറയുന്നത് 72 ആണ്. അപ്പൊ 8 72ല് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് കിട്ടുക. 9 × 5 ആണ് 45. ദെൻ 72 ഡിവൈഡഡ് ബൈ 9 8 ആണ് വരുന്നത്. 8 × 3 ആണ് 24. 45 മൈനസ് 24 21 ഡിവൈഡഡ് ബൈ 72. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് കാമനയുടെ കണ്ടെത്തണം. കാമനയുടെ ന്യൂ റേഷ്യോ 3/8 ആണ്. ഓൾഡ് ഷെയർ 2/9. നമ്മൾ പറഞ്ഞ 4 + 3 + 2 ആണ് 9 വരുന്നത്. 2 ആണ് കാമനയുടെ പൊസിഷൻ. 2/9. വീണ്ടും നമ്മൾ LCM കാണുന്നു. 8 9 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 72 നമുക്ക് കിട്ടുന്നു. 72 ഡിവൈഡഡ് ബൈ 8 9 ആണ് വരുന്നത്. 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 9 × 3 27. ദെൻ 72 ഡിവൈഡഡ് ബൈ 9 8 ആണ് വരുന്നത്. 8 × 2 എത്രയാണ്, 16. അപ്പൊ 27 മൈനസ് 16 11/72. അപ്പൊ നമുക്ക് വരുന്ന ഗെയിനിങ് റേഷ്യോ ബിറ്റ്വീൻ സാധന ആൻഡ് കാമന
21:11. 21:11 ആണ് വരുന്ന ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് സാധനയുടെയും കാമനയുടെയും. ഒരു ഇലസ്ട്രേഷൻ നമുക്ക് നോക്കാം. Murali, Naveen and Om Prakash are partners sharing profit in the ratio of 3/8, 1/2 and 1/8. Murali retires and surrenders 2/3 of his share in the favor of Naveen and the remaining share in the favor of Om Prakash. Calculate the new profit sharing and the gaining ratio of remaining partners. നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 പേരുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓൾഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3/8, 1/2 ആൻഡ് 1/8. ഇതിൽ മുരളിയാണ് റിട്ടയർ ആവുന്നത്. സറണ്ടർ 2/3 ഓഫ് ഹിസ് ഷെയർ ഇൻ ദ ഫേവർ ഓഫ് നവീൻ. അദ്ദേഹത്തിന്റെ 2/3 ഷെയർ ആർക്ക് കൊടുക്കുന്നു? നവീനു നൽകുന്നു. ആൻഡ് റിമൈനിങ് ഷെയർ, ബാക്കി ഷെയർ ഓം പ്രകാശിന് നൽകുകയാണ് ചെയ്യുന്നത്. അതായത് 2/3 ബാക്കി 1/3 ഓം പ്രകാശിന് നൽകുന്നു. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് ആൻഡ് ഗെയിനിങ് റേഷ്യോ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ്. നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഓൾഡ് റേഷ്യോ, നവീന്റെയും ഓം പ്രകാശിന്റെയും ഓൾഡ് റേഷ്യോ നമുക്ക് നോക്കാം. 1/2 ആൻഡ് 1/8. അതാണ് നമ്മളിവിടെ എടുത്ത് എഴുതിയത്, 1/2 ആൻഡ് 1/8. Then share acquired by Naveen and Om Prakash from Murali. ഷെയർ നവീനും ഓം പ്രകാശിനും മുരളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഷെയർ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം 2/3 ഷെയർ ആണ് സറണ്ടർ ചെയ്യുന്നത്. 2/3 ഓഫ് മുരളിയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് എന്താണ്? 3/8 ആണ്. അപ്പോൾ 3/8 2/3 ആണ് നവീന് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2/3 ഇൻറ്റു 3/8 എത്ര വരും? 2 ഇൻറ്റു 3 6, 3 ഇൻറ്റു 8 24. 6/24 നമുക്ക് അതിനൊന്നുകൂടി ഷോർട്ട് ആക്കുമ്പോൾ 2/8 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഓം പ്രകാശിന് നോക്കാം. അപ്പൊ ഇവിടെ 2/3 ആണ് ഷെയർ ചെയ്തെങ്കിൽ ബാക്കി 1/3 ആണ് ആർക്ക് കിട്ടുന്നത്? ഓം പ്രകാശിന് കിട്ടുന്നത്. ഏതിലത്തെ? 3/8 1/3 പോർഷൻ. അപ്പോൾ 1/3 ഇൻറ്റു 3/8. അപ്പോൾ 3/24 ആണ് വരിക. 1 ഇൻറ്റു 3 3, then 3 into 8 24. 3/24 നമുക്ക് ഷോർട്ട് ആക്കുമ്പോൾ 1/8 കിട്ടുന്നു. Then അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഷെയർ ഏത് രീതിയിലാണ് അക്വയർ ചെയ്യണേ എന്നുള്ളത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സറണ്ടർ ചെയ്തിട്ടുള്ള പോർഷൻ ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടിയ ന്യൂ പ്രോഫിറ്റ്, അതായത് ഗെയിനിങ് റേഷ്യോ നമുക്ക് എത്രയാണ്? 6:3 ആണ് ഇവിടെ കിട്ടുന്നത്. 6:3 അല്ലെ? 6:3 എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കുമ്പോൾ 2:1 ആണ് ഇവിടെ ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നമുക്ക് കിട്ടിയ എന്താണ്? ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടെത്തി. എത്രയാണ്? 2:1 ആണ് ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ന്യൂ ഷെയർ കിട്ടണം. ന്യൂ ഷെയർ കിട്ടാനായിട്ട് ഓൾഡ് ഷെയറും ഈ ഗെയിനിങ് പോർഷനും നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ന്യൂ ഷെയർ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂ ഷെയർ കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോസ് രണ്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. 1/2 പ്ലസ് 2/8. 2/8 ഗെയിനിങ് റേഷ്യോ ആണ്. 1/2 ഓൾഡ് ഷെയർ ആണ്. ദെൻ ഇവിടെ തന്നിട്ടുള്ള ഓം പ്രകാശിന്റെ 1/8 ഓൾഡ് ഷെയർ കിട്ടിയ ഗെയിനിങ് 1/8. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കണ്ടത് നവീന്റെയാണ്. നവീന്റെ 1/2 പ്ലസ് 2/8. അപ്പൊ നമുക്ക് വരുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ? 1/2 ആണ്. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ട് അല്ലെ? 8 ആണ് ഇവിടെ ഡിനോമിനേറ്റർ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെയും, അതായത് 1/2നെയും നമുക്ക് 8ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 4 ചെയ്യുന്നു. 1/2നെ നമ്മൾ കോമൺ ആയിട്ട് ഇൻറ്റു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 4/8. 1 ഇൻറ്റു 4 2 ഇൻറ്റു 4 4/8 പ്ലസ് എന്താണ്? 2/8. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 6/8. 6/8നെ നമുക്കൊന്നുകൂടി ഷോർട്ട് ആക്കുമ്പോൾ 3/4 കിട്ടി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ 3/4 ആണ് നമുക്ക് കിട്ടുന്ന ന്യൂ ഷെയർ. ആരുടെ? നവീന്റെ. അടുത്ത നമുക്ക് ഓം പ്രകാശിന്റെ ന്യൂ ഷെയർ കാണണം. 1/8 പ്ലസ് 1/8 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 2/8
2/8 നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ 1/4 കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് വരുന്ന ന്യൂ ഷെയർ എത്രയാണ്? 3/4 1/4 ആണ്. ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് 3:1 ആണ്. 3:1 ആണ് ന്യൂ ഷെയർ റേഷ്യോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 3:1 ആണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ നമ്മളിവിടെ കണ്ടെത്തിയത് ഗെയിനിങ് റേഷ്യോ 2:1 ഉം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 3:1 എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. Illustration. Kumar, Lakshya, Manoj and Naresh are partners sharing profit in the ratio of 3:2:1:4. Kumar retires and his share is acquired by Lakshya and Manoj in the ratio of 3:2. Calculate new profit sharing ratio and the gaining ratio of the remaining partners. 4 partners ആണുള്ളത്. കുമാർ, ലക്ഷ്യ, മനോജ് ആൻഡ് നരേഷ്. അവർ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1:4. കുമാർ ആണ് റിട്ടയർ ആവുന്നത്. ഹിസ് ഷെയർ അക്വയർഡ് ബൈ ലക്ഷ്യ ആൻഡ് മനോജ്. ലക്ഷ്യയ്ക്കും മനോജിനാണ് അദ്ദേഹത്തിന്റെ ഷെയർ കൊടുക്കുന്നത് 3:2 എന്നുള്ള റേഷ്യോയില്. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോ ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ലക്ഷ്യ, മനോജ്, നരേഷിന്റെ ഓൾഡ് ഷെയർ എടുത്ത് എഴുതുകയാണ്. നമുക്കറിയാം 3 + 2 + 1 + 4 അങ്ങനെയാണ് ടോട്ടൽ 10 കിട്ടുന്നത്. അതില് നമ്മൾ ആദ്യം ലക്ഷ്യയുടെ ഷെയർ, കുമാറാണ് റിട്ടയർ ആവുന്നത്, അപ്പൊ ലക്ഷ്യ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ലക്ഷ്യയുടെ 2/10 ആണ് വരുന്നത്. 2/10 10 ആണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. ദെൻ മനോജിന്റെ 1 ആണ് പോർഷൻ, 1/10. ദെൻ നരേഷിന്റെ 4/10. ദെൻ അക്വയർഡ് ഷെയർ ഫ്രം കുമാർ. കുമാറിന്റെ കയ്യിൽ നിന്ന് ലക്ഷ്യയ്ക്കും മനോജിനും കിട്ടുന്ന പോർഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? 3:2 ആണ്. 3/5 ആണ് നമുക്ക് ലക്ഷ്യയ്ക്ക് വരുന്നത് ഓഫ് 3/10. 3/10 എന്നുള്ളത് കുമാറിന്റെ 3/10 3/5 ആണ് ലക്ഷ്യയ്ക്ക് നൽകുന്നത്. 3/5 ഓഫ് 3/10 അങ്ങനെയാണ് 9/50 കിട്ടുന്നത്. 9/50. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ട്ണർ ആയിട്ടുള്ള മനോജിന് 2/5 ഓഫ് 3/10. 2/5 ആണ് 2/5. 3/10 എന്നുള്ളത് കുമാറിന്റെ പോർഷൻ ആണ്. 3/10 2/5 ആണ്. 2/5 into 3/10 6/50. 6/50. അപ്പൊ നമുക്ക് വരുന്ന ഗെയിനിങ് റേഷ്യോ 9:6. നമുക്ക് അതിനെ ഷോർട്ട് ആക്കുമ്പോൾ 3:2 ആണ് ഗെയിനിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. 3:2 ഗെയിനിങ് റേഷ്യോ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ന്യൂ ഷെയർ കാണണം. ന്യൂ ഷെയർ = 1. അതായത് ഓൾഡ് ഷെയറും ഗെയിനിങ് റേഷ്യോയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ന്യൂ ഷെയർ കിട്ടി. ഇവിടെ നമുക്ക് ഓൾഡ് ഷെയർ തന്നിട്ടുണ്ട് 2/10. ദെൻ ഗെയിനിങ് ഷെയർ നമ്മൾ കണ്ടെത്തി 9/50. 2/10 ഉം 9/50 ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. 50ലേക്ക് നമ്മൾ ഈ 2/10 കൺവേർട്ട് ചെയ്യണം. 50ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 10നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ടും 2നെയും 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10. Then 10നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50. അപ്പോൾ 10/50 + 9/50. Then 19/50 കിട്ടി. അതുപോലെ തന്നെ നമ്മൾ മനോജിന്റെ ഷെയർ, മനോജ് 1/10 ഉം 6/50 ആണ്. ഇവിടെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. 50ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. 1/10നെ 50ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 1/10നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 5/50 വരും. 5/50 + 6/50 = 11/50 ആണ് എന്ത് വരുന്നത്? മനോജിന്റെ ന്യൂ ഷെയർ വരുന്നത്. ദെൻ നരേഷിന്റെ ഷെയർ 4/10 ആണ് അല്ലെ. ഇവിടെ 4 ആണ്. 4/10 ആണ്. ഈ 4/10നെ നമ്മൾ 50ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 50ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10നെ 50ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോൾ നമ്മൾ 4/10നെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വരുന്നതാണ് 20/50. ഓക്കെ. അപ്പോൾ നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടിയ എത്രയാണ്? 19:11:20. 19:11:20. ഗെയിനിങ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ എത്രയാണ്? 3:2:0. 3:2 ആണ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ നമ്മൾ ഗെയിനിങ് റേഷ്യോ വെച്ചിട്ടുള്ള ഒരു രണ്ട് പ്രോബ്ലംസ് ചെയ്തു. എക്സാമ്പിൾസ് കണ്ടു. 3 സിറ്റുവേഷൻസ് കണ്ടു. അപ്പോൾ ഈ ഭാഗങ്ങൾ നന്നായി പഠിക്കുക. പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. താങ്ക് യു.